ഹായ് നമസ്കാരം. 10,000 രൂപയെ 28 ലക്ഷം രൂപയാക്കി മാറ്റിയ 5 SIPകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നതാണ്. SIPയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് എത്തും. ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെ കുറിച്ചും അനുബന്ധ വിവരങ്ങളെല്ലാം ലഭിക്കുന്നതിനോടൊപ്പം ഞാനുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള സംവിധാനവും അവൈലബിൾ ആണ്. സൗജന്യമായിട്ട് എല്ലാവരും ഈ ഒരു സംവിധാനം ഉപയോഗിക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ പറഞ്ഞു വരുന്നത് SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഒരു നിശ്ചിത തുക വീതം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. മറ്റുള്ള ഫണ്ടുകളിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി സേവിങ്സ് പോലും നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിൽ ചെയ്യാം സ്ഥിരമായിട്ട്. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇത്തരത്തിൽ SIP ചെയ്യുന്ന നിരവധി ആൾക്കാർ വലിയ രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പല ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും പല വീഡിയോകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ പിന്നെ അതിമാരകമായിട്ടുള്ള ആ ഒരു സിസ്റ്റം, അതിമാരകമായിട്ടുള്ള ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അതെന്താണ് എന്നറിയാത്ത ആൾക്കാർ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചോ യൂട്യൂബിൽ അടിച്ചോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടും. കോടികളാക്കി മാറ്റുന്ന തന്ത്രം. ഓക്കെ, അപ്പോൾ കുറച്ച് വർഷങ്ങൾ കാത്തിരിക്കണം എന്ന് മാത്രമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, വേറെ ഒന്നുമില്ല. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരികയാണ്. ഇവിടെ 10,000 രൂപയെ 28 ലക്ഷമാക്കി മാറ്റി 5 ഫണ്ടുകൾ SIP ഫണ്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഓരോ ഫണ്ടുകളും വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു വീഡിയോ വിശദമായിട്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിന് മുന്നോടിയായിട്ട് എനിക്ക് 2 പോയിന്റുകൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ 5 ഫണ്ടുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ വന്ന നിങ്ങളും ഞാനും നമ്മളെല്ലാ ആൾക്കാരും ഒരു 90% ആൾക്കാരും എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് ഒരു SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കും. പക്ഷേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് നഗ്നമായ സത്യം അല്ലേ. സത്യമാണ്. ഇനി ഇത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് നിങ്ങൾ ചിന്തിച്ചിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്നും സാധിച്ചിട്ടില്ല. എന്താണ് കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ മാസം നമുക്ക് സാലറി കിട്ടുന്നുണ്ട്. 30,000, 50,000, 1 lakh ഇങ്ങനെ സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 50,000 സാലറി കിട്ടുന്ന ഞാനെന്താ വ്യക്തി എന്ന് വിചാരിക്കുക. 50,000 സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കുറേ ചിലവുണ്ട്. ആദ്യം തന്നെ ഞാൻ ആ ഒരു മാസം ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. നീക്കി കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ കടങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞ് ബാക്കി ചിലപ്പോൾ അതിനകത്തൊരു 10-20,000 രൂപ കടമായിരിക്കും, ബാക്കി 30,000 രൂപ കിട്ടും. ആ 30,000 രൂപ എടുത്തിട്ട് വീട്ടിലുള്ള മറ്റുള്ള ചിലവുകൾ, EMIs അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ബാക്കി 10,000 രൂപ വരും. ആ 10,000 രൂപ വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചിലവുകളൊക്കെ വരും. അതും കൂടി പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് തീർന്നു, ഒരാഴ്ച കൊണ്ട് പൈസ തീർന്നു. ഇനി ബാക്കി ഒരു മാസം, ഒരുപാട് നാളുണ്ട് ഇനി ഒരു മാസത്തിൽ. അപ്പോൾ വീണ്ടും കടം മേടിക്കാൻ തുടങ്ങി. അങ്ങനെ സാലറി മാത്രം പോരാ, വേറെ അവിടെ നിന്ന് കടവും വാങ്ങിച്ചാലാണ് നമ്മുടെ ലൈഫൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനത്തെയുള്ള ഘട്ടത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ എക്സ്പേർട്സും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും SIPയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ സാലറി കിട്ടിയിട്ട് ചിലവ് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള രീതി മാറ്റി വെച്ചിട്ട് നേരെ തിരിച്ച് ആക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെ തിരിച്ചാക്കണം എന്ന്, ആദ്യം സാലറി കിട്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ചിലവ് ചെയ്യുക എന്ന രീതി. മനസ്സിലായില്ലേ? സാലറി കിട്ടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, ചിലവ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 50,000 രൂപ സാലറി എനിക്ക് കിട്ടി, 5,000 രൂപ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, ബാക്കി 45,000 രൂപ എടുത്തിട്ട് ചിലവ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 50,000 കിട്ടുന്നു, നമ്മളെല്ലാം ചിലവാക്കുന്നു, ബാക്കി ഒന്നുമില്ല, 5,000 രൂപ സുഹൃത്തിനോട് കടം മേടിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആ രീതി മാറ്റി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, അതിന് പൈസ വേണ്ട ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചിലവ് കടം വീട്ടും, അല്ലെങ്കിൽ EMI ആരടക്കും, ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യും? സത്യമാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കാർക്കും കിട്ടിയില്ല. മനസ്സിലായില്ലേ? നല്ല ഫിഷ് പൊരിച്ചതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനത്തെയുള്ള ഫുഡൊക്കെ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്, മറ്റെല്ലാ സംഭവങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്.
ആ എൻജോയ്മെൻറ്റിൽ നിങ്ങൾക്കൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു രുചി ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ടേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. 100 രൂപ വീതം ഒരു മാസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഒരിക്കലും 50,000-ന് 5,000 രൂപ കൊണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. 10%, 1% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. 50,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 500 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എന്തായാലും പറ്റിയിരിക്കും. 50,000 വരുന്നു സാലറി, 500 രൂപ ഒരു SIP-ലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇത് എല്ലാ മാസവും സാലറി കിട്ടുന്ന ആ ഡേറ്റിൽ തുടരുന്നു. ഉദാഹരണം 21-നോ 1-ാം തീയതി സാലറി കിട്ടുന്നു, 5-ാം തീയതി SIP-ലേക്ക് പോകുന്നു. സോ 1-ാം തീയതി തന്നെ SIP-ലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാ മാസവും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു വർഷം എത്തുമ്പോൾ ഏകദേശം 6,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടി. ആമേ കറക്റ്റ്? ആ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, 6,000 രൂപയാണ് ഞാൻ സേവ് ചെയ്തത്. 6,000 രൂപ, 6,000. ഇതുവരെ ഒരു 5 സേവിങ്സ് ഇല്ല. ഒരു കൊല്ലം എനിക്ക് സാലറി കിട്ടിയിട്ട് 5 പൈസ സേവിങ്സ് ഇല്ല. ആകെ ഈ 500 രൂപ ഇട്ടതിൽ 6,000 രൂപയായിട്ട് മാറി. എങ്ങനെയെങ്കിലും അതൊരു 1,000 രൂപ ഇട്ടിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ഒരു 5,000 രൂപ ഇട്ടിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ ഈ 500 എന്നുള്ളത് ഒറ്റയടിക്ക് 5,000 ആക്കാൻ നിൽക്കരുത്. നടക്കുന്ന കാര്യമില്ല. ആ ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യുക, 500-നെ ഒരു 1,000 ആക്കിയിട്ട് മാറ്റുക. 1,000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സെക്കൻഡ് മന്ത് നമ്മളൊന്നും 2,500 ഇട്ടിരുന്നെങ്കിൽ അപ്പം എല്ലാം അതിന് 2,500 ആക്കുക. ആൻഡ് ഫോർത്ത് ഇയറിലാകുമ്പോഴേക്കും എന്ത് ചെയ്യുക, ആ 2,500 5,000 ആക്കി മാറ്റുക. ഒരു 10%, സാലറിയുടെ ഒരു 10% മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകൾ ടെൻഷനും മാത്രവുമല്ല, ഇതൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോകളൊക്കെ ഇനി 10 വർഷം കഴിഞ്ഞ് കാണുമ്പോഴുള്ള ആ ഒരു വിഷമമുണ്ടല്ലോ, 10 വർഷം മുമ്പേ ഞാൻ ഇത് കണ്ടിരുന്നു, ഞാൻ ചെയ്തില്ല എന്നുള്ള ആ ഒരു വിഷമമുണ്ടല്ലോ, അതുകൂടി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ നല്ലൊരു ഇൻവെസ്റ്ററായി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫണ്ടുകളിലേക്ക് എത്താണ്. അപ്പോൾ 5 ഫണ്ടുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ളത്. 5 ഫണ്ടുകളുടെ ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ 5 ഫണ്ടുകളുടെ ഡീറ്റെയിൽ കാണിക്കുന്നത് ഞാൻ ഗ്രോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ ഗ്രോ ആപ്ലിക്കേഷനിൽ ആർക്കും ഇല്ലെങ്കിൽ, ഇതുവരെയുള്ള ആൾക്കാർക്കൊന്നും ഗ്രോ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ, നിങ്ങൾ സിമ്പിളായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രോൻ്റെ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ KYC കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്ക് വാങ്ങിക്കാം, ഓർ ഓപ്ഷൻസ് ട്രേഡിങ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ബ്രോക്കിംഗ് സ്ഥാപനമാണ് ഗ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ചെയ്യുക. 100 രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പ്രമാണിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും, വേറെ ചിലവൊന്നുമില്ലാതെ. അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫണ്ടിലേക്ക് പോകാം. ഫസ്റ്റത്തെ ഫണ്ട് നമ്പർ 1 എന്ന് പറയുന്നത് ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്. ഈ ഒരു ഫണ്ടിനെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ SIP എമൗണ്ട് നമുക്ക് ഏത് ഡേറ്റിൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. SIP മന്ത്ലി എപ്പോഴാണ് പോകേണ്ടത്, അതുപോലെ തന്നെ മന്ത്ലി 1 ടൈം ആയിട്ട് നിങ്ങൾക്ക് ലംസമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫണ്ടിൻ്റെ ഗ്രോത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു 3 ഇയേഴ്സിൽ ഈ ഫണ്ട് 20% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, 20% റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. ഈ SIPകൾ പൊതുവേ നമ്മൾ ഒരു 3 മിനിമം 3, 5, 10, 20 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് താഴേക്ക് SIP ഒരു സ്യൂട്ടായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ 3 ഇയേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഫണ്ട് നമുക്ക് 20% റിട്ടേൺ തന്നിട്ടുണ്ട്. 1 ഇയർ നോക്കുമ്പോൾ -10 ആണ്, 6 മന്തിൽ നോക്കുമ്പോൾ -6, അതുപോലെ തന്നെ 1 മന്തിലേക്ക് നോക്കുമ്പോൾ -0.85 ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ 3 ഇയേഴ്സിൽ 20% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 5 ഇയേഴ്സ് നോക്കുമ്പോൾ 9.19% ഉള്ളൂ റിട്ടേൺ. ദെൻ ഓൾ നോക്കുമ്പോൾ ഏകദേശം 15% റിട്ടേൺ. അപ്പം ആവറേജ് നിങ്ങൾക്കൊരു 15% റിട്ടേൺസ് എല്ലാ ഫണ്ടുകളിൽ നിന്നും കിട്ടും. ഓക്കെ, ഇത് ഒന്നാമത്തെ ഫണ്ടാണ്. ഇതിൻ്റെ വാല്യൂ NAV എന്ന് പറഞ്ഞാൽ 68.14 മിനിമം SIP എമൗണ്ട്. മിനിമം 500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. റേറ്റിംഗ് കുറച്ച് കുറവാണ്, 2 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. സോ ഇതിൽ നിങ്ങൾക്ക് 500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 ഇയേഴ്സ് ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18,000 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. നിങ്ങൾക്ക് ഏകദേശം 3.51% നിങ്ങൾക്ക് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്ര എമൗണ്ട് കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. സോ കുറച്ച് കൂടുതലായിട്ട് ഒരു 5 ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ 30,000 ഇൻവെസ്റ്റ് ചെയ്താൽ 35,806 റുപ്പീസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒരു ലോങ് ടേം ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഷോർട്ട് ടൈമിലൊക്കെ ആയിട്ട് ആരും കണ്ട ഈ ഫണ്ടിൻ്റെ ലെവൽ കണ്ട 14 രൂപയാണ് 2013 ഉണ്ടായത്. ഇപ്പോൾ ആ ഫണ്ട് നോക്കി എത്ര കിട്ടുന്നതെന്ന്, ഓൾമോസ്റ്റ് 2020 84 രൂപയാണ്. അപ്പോൾ ഒരു ലോങ് ടൈമിൽ ഒരു 10 വർഷം 20 വർഷത്തേക്കൊക്കെ ആയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. നമ്പർ 2 എന്ന് പറയുന്നത് ICC പ്രോഡൻഷ്യൽ ലോങ് ടേം ഇക്വിറ്റി ഫണ്ടാണ്. ഈ ഫണ്ട് തന്നെ നമുക്ക് ഒരു 3 ഇയേഴ്സിൽ
ഈ ഫണ്ടിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 30% ആണ്. 5 years നോക്കുമ്പോൾ 11%. ദെൻ ഓൾ ഇയർ നോക്കുമ്പോൾ ഏകദേശം 14.42 ഏകദേശം ഒരു 15%. ഞാൻ പറഞ്ഞില്ല 15% ആവറേജ് ഓൺ ആൻ ആവറേജ്. ദെൻ ഇവിടെ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 500 രൂപ തന്നെയാണ്. അപ്പോൾ 500 രൂപ വീതം നമുക്ക് ഒരു 5 years ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 37.75%. ഒരു 30,000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 41,324 രൂപ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടായേനെ. ഈ ഫണ്ടിൻ്റെ സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഫണ്ടിനുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ഫണ്ടാണ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ടാക്സ് ഷീൽഡ് ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ട്. ഇത് 34% ആണ് ടോട്ടൽ ഗ്രോത്ത് കാണിക്കും 3 ഇയറിൽ. 5 ഇയറിൽ ഇത് 11% ആണ്. ദെൻ ഓൾ ഇയർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14.3. ഇപ്പോൾ ഓൾമോസ്റ്റ് അറിയാമല്ലോ 15-അടുത്ത് എല്ലാത്തിനും ഓൾമോസ്റ്റ് ഉണ്ട്. ആൻഡ് മിനിമം SIP എമൗണ്ട് അതൊക്കെ നമുക്ക് നോക്കാം. 500 രൂപ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 3 ഇയേഴ്സിനാണെങ്കിൽ 24% കിട്ടും. ദെൻ 5 ഇയേഴ്സ് ആണെങ്കിൽ 41%. 30,000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 42,361 രൂപ നിങ്ങൾക്ക് കിട്ടിയേനെ. ഈ ഫണ്ടിന് 3 സ്റ്റാർ റേറ്റിംഗ് ആണുള്ളത്. ഇനി ഫണ്ട് നമ്പർ 4 എന്ന് പറയുന്നത് ഇൻവെസ്കോ ഇന്ത്യ ടാക്സ് പ്ലാൻ ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഇത് 3 ഇയേഴ്സിൽ റിട്ടേൺ കൊടുത്തിട്ട് 26.5 ആണ്. 5 ഇയേഴ്സിൽ റിട്ടേൺ കൊടുത്തിട്ട് 10.79. ദെൻ ഓൾ ഇയേഴ്സ് നോക്കുമ്പോൾ 15.49. ഇതിൽ നിങ്ങൾ ഈ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അവിടെ 500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്. 3 ഇയേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12% കിട്ടും, 12.47. ദെൻ 5 ഇയേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് 30.75% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടായേനെ. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇതും 3 സ്റ്റാർ റേറ്റിംഗ് ആണ്. ദെൻ നമ്പർ 5 എന്ന് പറയുന്നത് ബന്ധൻ ടാക്സ് അഡ്വാൻറ്റേജ് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. ഇത് 3 ഇയേഴ്സിൽ 42% ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ 5 ഇയേഴ്സ് നോക്കുമ്പോൾ 12.74 ആണ്. ഓൾ ഇയറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 16.87 ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു 500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഇയേഴ്സിൽ 33% കിട്ടും, 5 ഇയേഴ്സിൽ 54% നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഈ 5 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. 5 ഫണ്ടുകളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ ഫണ്ടിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത രീതി നിങ്ങൾക്കറിയാലോ. ഒരു 500 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു NAVന് ഒരു വാല്യൂ ഉണ്ട്. ഒരു NAV എന്ന് പറയും. അപ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ 500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് ആണ് നമുക്ക് കിട്ടുക നമുക്ക് മനസ്സിലാവും. ഉദാഹരണം NAV 110 രൂപയാണ് ഈ ലാസ്റ്റ് പറഞ്ഞ ബന്ധൻ ടാക്സ് അഡ്വാൻറ്റേജ് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ ഒരു NAV എന്ന് പറഞ്ഞാൽ 110 രൂപയാണ്. അപ്പോൾ നിങ്ങൾ 500 രൂപയാണ് സ്പെൻഡ് ചെയ്ത് 500 രൂപയ്ക്ക് വർത്തായിട്ടുള്ള NAV നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അടുത്ത മാസം ആകുമ്പോഴേക്കും ഇതിൻ്റെ വാല്യൂ കുറച്ചുകൂടി കുറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ്സുകൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അതോടൊപ്പം തന്നെ അതിൻ്റെ റിട്ടേൺസും. അങ്ങനെ എല്ലാ മാസവും ഈ NAVകളും അതിൻ്റെ റിട്ടേൺസും അതിൻ്റെ റിട്ടേൺസ് കൂടി വലിയൊരു ഫണ്ടായിട്ട് മാറും. അതാണ് ഈ SIP പ്ലാന് വലിയ രീതിയിൽ എല്ലാവരുടെ ഇടയിലും സ്വീകാര്യത കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. നിരവധി സാധനങ്ങളുണ്ട്, നിരവധി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. SIPയിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം കൂടി ഞാൻ ചെയ്യാം. കാരണം ഇപ്പോൾ തന്നെ ടൈം കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടുകൾ എല്ലാവരും യൂസ് ചെയ്യുക. മാത്രമല്ല സ്മോൾ ക്യാപ്പിൽ ബെസ്റ്റ് ആയിട്ടുള്ള 5 ഫണ്ടുകളെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഓൾമോസ്റ്റ് 4 to 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ അടിപൊളി ഫണ്ടുകളാണ്. ആ ഫണ്ടുകളുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണുക. ആ ഫണ്ടിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ SIP ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങിയോ ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് ഏജൊക്കെ 18 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു 100 രൂപ 200 രൂപ 500 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോ നല്ലൊരു 30 വയസ്സാകുമ്പോഴേക്കും നല്ലൊരു ഇൻവെസ്റ്റർ എന്ന റേഞ്ചിലേക്ക് എത്തണം. എപ്പോഴും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ചിലവ് എന്ന രീതിയിലേക്ക് എത്തിപ്പെടണം. അതിങ്ങനെ തുടർന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരു 40 ഒക്കെ കഴിഞ്ഞ് 40, 50 ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആൾക്കാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. കാരണം ഒരുപാട് കാലം നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ അടിച്ചടിച്ച് പിന്നെ ഒരുപാട് രോഗങ്ങൾ, മാറാ രോഗങ്ങൾ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ആൾക്കാരെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നല്ലൊരു ഫണ്ട് വേണം. അപ്പോൾ ഒരു 30 ഒക്കെ കഴിഞ്ഞ് ഒരു 30, 40 ഏറ്റവും നല്ലൊരു പ്രായം എന്ന് പറഞ്ഞത് ഒരു 30 to 40 ആണ്. ആ 30 to 40 ജീവിതം അടിച്ച് പൊളിച്ചേക്കണം. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു 20th മുതൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോളുക. ചെറിയ പൈസ സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു സെറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ഡ്രീംസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ 100% സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോകളും നിരവധി ടെക്നിക്സും ടിപ്സും ട്രിക്സും എല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാ ആൾക്കാരിലേക്കും ഈ വീഡിയോ ഇപ്പം തന്നെ വാട്സപ്പിലും അല്ലാതെയും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് ഫൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.